വിവര വിനിമയ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡ് 10 10ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം ചിത്രങ്ങൾക്ക് ജീവൻ പകരാം. ICT പാഠപുസ്തകത്തിലെ വലതു പേജിൻ്റെ താഴെ വലതുമൂലയിൽ ഒരു കൊച്ചു ചെടിയുടെയും നായ്ക്കുട്ടിയുടെയും ചിത്രം നൽകിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേജ് മറിച്ചു നോക്കൂ. അടുത്ത പേജിലും അതേ സ്ഥാനത്ത് ചിത്രം കാണാം. അതിനടുത്ത പേജിലോ? പേജുകൾ ഓരോന്നായി മറിച്ചു നോക്കൂ. എല്ലാ പേജിലും ഒരേ ചിത്രങ്ങൾ തന്നെയാണോ ഉള്ളത്? ഇനി ആദ്യ പേജ് മുതൽ അവസാന പേജ് വരെ വേഗത്തിൽ മറിച്ചു നോക്കൂ. എന്താണ് കാണാൻ സാധിക്കുന്നത്? ചെടി വളരുന്നതും നായ്ക്കുട്ടി ചെടിയെ നോക്കിക്കൊണ്ട് വാലാട്ടുന്നതുമായി തോന്നുന്നു, അല്ലേ? എങ്ങനെയാണിത് സാധ്യമാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ പേജിലും നായ്ക്കുട്ടിയുടെയും ചെടിയുടെയും വ്യത്യസ്ത ചിത്രങ്ങളാണുള്ളതെന്ന് ശ്രദ്ധിച്ചല്ലോ. ഇവയിൽ ആ ചെടി വളരുന്നതിൻ്റെയും നായ്ക്കുട്ടി വാലാട്ടുന്നതിൻ്റെയും തുടർച്ചയായ ഘട്ടങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നായ്ക്കുട്ടിയുടെയും ചെടിയുടെയും ചലനത്തിൻ്റെ തുടർച്ചയും ഒരേ ശ്രേണിയിലുമുള്ള ചിത്രങ്ങളും നമ്മുടെ കണ്ണിൽ ഓരോന്നായി വേഗത്തിൽ പതിഞ്ഞപ്പോൾ ഒരു ചലനം പോലെ അത് അനുഭവപ്പെടുകയാണ് ചെയ്തത്. നമ്മുടെ കണ്ണിൻ്റെ ഒരു സവിശേഷതയായ വീക്ഷണ സ്ഥിരത മൂലമാണ് പാഠപുസ്തകത്തിലെ നിശ്ചല ചിത്രങ്ങൾക്ക് ജീവൻ ലഭിച്ചതായി തോന്നിയത്. ഈ സവിശേഷത പ്രയോജനപ്പെടുത്തിയാണ് ആനിമേഷൻ സാങ്കേതികവിദ്യ നിലവിൽ വന്നത്. വീക്ഷണ സ്ഥിരത. നമ്മുടെ കണ്ണിൽ പതിയുന്ന ഒരു ദൃശ്യം അല്പനേരം, സെക്കൻഡിൻ്റെ 16 സമയം റെറ്റിനയിൽ തങ്ങി നിൽക്കുന്നു. ഈ സവിശേഷതയാണ് വീക്ഷണ സ്ഥിരത അഥവാ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ. ഒരു ചിത്രം റെറ്റിനയിൽ തങ്ങി നിൽക്കുന്ന സമയത്തിനുള്ളിൽ മറ്റൊരു ചിത്രം കൂടി റെറ്റിനയിൽ പതിക്കുമ്പോൾ രണ്ടാമത്തെ ചിത്രം ആദ്യ ചിത്രത്തിൻ്റെ തുടർച്ച പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. ആനിമേഷൻ വീഡിയോ തയ്യാറാക്കാം. നമുക്കെല്ലാവർക്കും വളരെയധികം താല്പര്യമുള്ള മേഖലയാണല്ലോ ആനിമേഷൻ. മുമ്പ് ടെലിവിഷൻ ചാനലുകളിലെ കാർട്ടൂൺ സിനിമകളിലൂടെയാണ് ആനിമേഷൻ നമുക്ക് പരിചിതമായിരുന്നതെങ്കിൽ ഇന്ന് പഠന വീഡിയോകളായും പരസ്യങ്ങളായും റീലുകളായും ആശംസാ സന്ദേശങ്ങളായും അവ നാം നിരന്തരം കാണുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. മുൻപ് പെയിൻറ് ചെയ്ത പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ആനിമേഷൻ സിനിമകൾ തയ്യാറാക്കിയിരുന്നത്. കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയുടെ വരവോടെ ആനിമേഷൻ സാങ്കേതികവിദ്യക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുകയും ആനിമേഷൻ നിർമ്മാണം താരതമ്യേന എളുപ്പമാവുകയും ചെയ്തു. ഫാനക്സിസ്കോപ്പ്. ആനിമേഷൻ ദൃശ്യമാക്കാൻ ഉപയോഗിച്ച ആദ്യ ഉപകരണമാണ് ഫാനക്സിസ്കോപ്പ്. വട്ടത്തിൽ വെട്ടിയ ഹാർഡ്ബോർഡ് പ്രതലത്തിൽ ഒരു വസ്തുവിൻ്റെ ചലനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുടെ ക്രമത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നു. ഒരു സ്റ്റാൻഡിൻ്റെ സഹായത്തോടെ ഇത് വേഗത്തിൽ കറക്കുമ്പോൾ ഹാർഡ്ബോർഡ് പ്രതലത്തിലെ വസ്തു ചലിക്കുന്നതായി തോന്നുന്നു. ഈ വിദ്യയെ അടിസ്ഥാനമാക്കി 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തന്നെ ആനിമേഷനുകൾ തയ്യാറാക്കിയിരുന്നു. ഫാനക്സിസ്കോപ്പ് പോലുള്ള സംവിധാനങ്ങളുടെ സഹായത്തോടെ 1830കളിൽ ആനിമേഷൻ്റെ സാധ്യതകൾ അവതരിപ്പിച്ചു. ICT പാഠപുസ്തകത്തിൽ തന്നെ ഒരു കൊച്ചു ആനിമേഷൻ ഒളിച്ചിരിക്കുന്നതായി കണ്ടില്ലേ? ഫ്ലിപ്പ് ബുക്ക് ആനിമേഷനാണിത്. ഫ്ലിപ്പ് ബുക്ക് ഒരു തരം ചിത്രീകരണ പുസ്തകങ്ങളാണ് ഫ്ലിപ്പ് ബുക്കുകൾ. ഫ്ലിക്കർ ബുക്ക്, കിനിയോഗ്രാഫ് എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. ഒരു പേജിൽ നിന്ന് അടുത്തതിലേക്ക് വളരെ ക്രമേണ മാറുന്ന ചിത്രങ്ങളുടെ പരമ്പര ചേർത്താണ് ഇവ നിർമ്മിക്കുന്നത്. ഈ പേജുകൾ തുടർച്ചയായി കാണുമ്പോൾ ചിത്രങ്ങൾ ചലിക്കുന്നതായി നമുക്ക് തോന്നുന്നു. PDF പേജുകളെയും ഡിജിറ്റൽ വീഡിയോകളെയും ഇഷ്ടാനുസൃതം ഫ്ലിപ്പ് ബുക്കുകളാക്കി മാറ്റുന്ന വെബ്സൈറ്റുകളും സോഫ്റ്റ്വെയർ പാക്കേജുകളും ഇന്ന് ലഭ്യമാണ്. ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇത്തരത്തിലുള്ളവ നമുക്ക് കാണാൻ കഴിയും. ഫ്ലിപ്പ് ബുക്ക് കണ്ടല്ലോ. ഇനി നമുക്കൊരു യഥാർത്ഥ ആനിമേഷൻ സിനിമ നിർമ്മിച്ചു നോക്കിയാലോ? ആനിമേഷൻ തയ്യാറാക്കുന്നതിന് ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. സിനിമ, നാടകം, ഡോക്യുമെൻ്ററി തുടങ്ങിയവ തയ്യാറാക്കുന്നതുപോലെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ആനിമേഷൻ സിനിമയും നിർമ്മിക്കുന്നത്. സിനിമയും ഡോക്യുമെൻ്ററിയും ഒക്കെ തയ്യാറാക്കുമ്പോൾ അതിന് കഥയും തിരക്കഥയും കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഒക്കെ ആവശ്യമാണെന്ന് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഒരു ആനിമേഷൻ സിനിമ തയ്യാറാക്കുന്നതിന് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമുക്ക് ആവശ്യമായതെന്ന് കണ്ടെത്തി ചുവടെ നൽകിയ ലിസ്റ്റ് പൂർത്തിയാക്കൂ. ഒരു പ്രമേയം വേണം. ആ പ്രമേയം അടിസ്ഥാനമാക്കി കഥ തയ്യാറാക്കണം. കഥയിലെ സംഭവങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ ക്രമം അഥവാ സീനുകൾ നിശ്ചയിക്കണം. ഓരോ സീനിലെയും വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി സ്റ്റോറി ബോർഡ് തയ്യാറാക്കണം. ആനിമേഷൻ സിനിമ തയ്യാറാക്കുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ ഏതെല്ലാമെന്ന് മനസ്സിലാക്കിയല്ലോ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആനിമേഷൻ സിനിമ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിചയപ്പെടാം. പരിസ്ഥിതി ദിനത്തിൽ അവതരിപ്പിക്കാൻ ഒരു ആനിമേഷൻ തയ്യാറാക്കാം. ഒരു പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ആനിമേഷൻ സിനിമ തയ്യാറാക്കേണ്ടത്. പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള
ഫ്ലിപ്പ് ബുക്ക് ആനിമേഷൻ സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. ഈ ആനിമേഷനിലെ പ്രമേയം എന്താണ്? പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം പ്രചരിപ്പിക്കാൻ ഉതകുന്ന ആനിമേഷൻ സിനിമയിലെ ഒരു സീനിലെ പ്രത്യേക സന്ദർഭമായി ഈ ആനിമേഷനെ പരിഗണിച്ചാലോ? അങ്ങനെയെങ്കിൽ അവയിലെ മറ്റു സന്ദർഭങ്ങൾ എന്തൊക്കെയാവാമെന്ന് ആലോചിച്ച് നോക്കുമല്ലോ. ഈ പ്രമേയം അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ലൂണ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ആനിമേഷൻ സിനിമയുടെ കഥാസാരം ചില കൂട്ടുകാർ ചേർന്ന് തയ്യാറാക്കിയത് ചുവടെ നൽകിയിട്ടുണ്ട്. ലൂണ ആനിമേഷൻ സിനിമ കഥാസാരം: വെള്ളം കിട്ടാതെ വാടാറായ ഒരു ചെടി, കുറച്ചു ദൂരത്തായി ചെറിയൊരു വെള്ളക്കെട്ട്, ആകാശത്ത് ചെറുമേഘങ്ങൾ. വെള്ളക്കെട്ടിനടുത്തേക്ക് ഒരു നായ്ക്കുട്ടി ലൂണ കടന്നു വരുന്നു. നായ്ക്കുട്ടി തൻ്റെ മുൻകാലുകൾ കൊണ്ട് മണ്ണിൽ ചാലുണ്ടാക്കി ചെടിയുടെ അടുത്തേക്ക് വെള്ളമെത്തിക്കുന്നു. ആനിമേഷൻ സിനിമയുടെ കഥാസാരം കണ്ടല്ലോ. ലൂണയുടെ ഈ കഥ ആനിമേഷൻ സിനിമയാക്കുമ്പോൾ എന്തൊക്കെ കഥാപാത്രങ്ങളെയാണ് ഉൾപ്പെടുത്തേണ്ടി വരിക? ലൂണ, വാടാറായ ചെടി, മേഘം, വെള്ളക്കെട്ട്. ആനിമേഷൻ തയ്യാറാക്കുന്നതിനായി ധാരാളം ചിത്രങ്ങൾ ആവശ്യമാണെന്ന് കണ്ടുവല്ലോ. കഥയെ അവിടെ നടക്കുന്ന പശ്ചാത്തലത്തെയും സന്ദർഭത്തെയും അടിസ്ഥാനപ്പെടുത്തി വ്യത്യസ്ത സീനുകളാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഓരോ സീനിലെയും കഥാപാത്രങ്ങളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്യേണ്ടത്. കഥാപാത്രങ്ങളെ രൂപകൽപ്പന ചെയ്യുക എന്നത് വളരെ ശ്രദ്ധ വേണ്ട ഒരു പ്രവർത്തനമാണ്. ചിത്രകലയിലുള്ള വൈദഗ്ധ്യം ഇതിനാവശ്യമാണ്. കഥാപാത്ര രൂപകൽപ്പന ആനിമേഷൻ നിർമ്മാണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് കഥാപാത്രങ്ങളുടെ രൂപകൽപ്പന. കഥയ്ക്ക് ആവശ്യമായ കഥാപാത്രങ്ങളെ അനുയോജ്യമായ വിധത്തിൽ തയ്യാറാക്കുന്ന പ്രക്രിയയാണിത്. കഥാപാത്രങ്ങളെ രൂപകൽപ്പന ചെയ്യുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നത് നന്നായിരിക്കും. കഥാപാത്രങ്ങളുടെ ആകാരങ്ങളിലുള്ള വ്യത്യസ്തത, അനുയോജ്യമായ വർണ്ണങ്ങളുടെ തിരഞ്ഞെടുപ്പ്, എളുപ്പം മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന തരത്തിലുള്ള വര. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ആനിമേഷൻ നിർമ്മാണം സാധ്യമായതോടെ ഇതിനാവശ്യമായ ചിത്രരചന കൂടുതൽ എളുപ്പമായി കഴിഞ്ഞിട്ടുണ്ട്. സാധാരണയായി ആനിമേഷൻ സോഫ്റ്റ്വെയറുകളിൽ തന്നെ ചിത്രം വരയ്ക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഡ്രോയിങ് സോഫ്റ്റ്വെയറുകളിൽ ചിത്രം വരച്ച് അവ ഉൾപ്പെടുത്തി ആനിമേഷൻ തയ്യാറാക്കാനും ഇത്തരം സോഫ്റ്റ്വെയറുകളിൽ സാധിക്കും. ആനിമേഷൻ പലവിധം. ആനിമേഷനുകൾ 2D രൂപത്തിലും 3D രൂപത്തിലും നിർമ്മിക്കുന്നുണ്ട്. ദ്വിമാന ചിത്രങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ആനിമേഷൻ തയ്യാറാക്കുന്ന രീതിയാണ് 2D ആനിമേഷൻ. വാൾട്ട് ഡിസ്നിയുടെ ദി ജംഗിൾ ബുക്ക്, ബാംബി, സിൻഡ്രല്ല തുടങ്ങിയവ പ്രശസ്തമായ ദ്വിമാന ആനിമേഷൻ സിനിമകളാണ്. ഓപ്പൺ ടൂൺസ്, ടുപ്പി ട്യൂബ് ഡെസ്ക്, സിൻഫിക് സ്റ്റുഡിയോ, അഡോബ് ആനിമേറ്റ് തുടങ്ങിയവ ദ്വിമാന ആനിമേഷനുകൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. കഥാപാത്രങ്ങളുടെയും പശ്ചാത്തലത്തിൻ്റെയും ത്രിമാന രൂപങ്ങൾ തയ്യാറാക്കിയാണ് 3D ആനിമേഷനുകൾ നിർമ്മിക്കുന്നത്. ബിഗ് ബഗ് ബണ്ണി, ഷ്രക്ക്, വാൾ-ഇ തുടങ്ങിയ സിനിമകൾ ഈ രീതിയിൽ തയ്യാറാക്കിയതാണ്. ഗെയിമുകളിലും 3D ആനിമേഷൻ ഇന്ന് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ബ്ലെൻഡർ, ഓട്ടോഡെസ്ക് മായ, അഡോബ് ഡൈമെൻഷൻ എന്നിവ ത്രിമാന ആനിമേഷൻ സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ്. ലൂണയുടെ കഥയെ വ്യത്യസ്ത സീനുകളിലേക്ക് മാറ്റുമ്പോൾ ആദ്യത്തെ സീനിൽ ഏതൊക്കെ കഥാപാത്രങ്ങളായിരിക്കും ഉൾപ്പെടുത്തേണ്ടി വരിക? തയ്യാറാക്കിയ കഥയെ സ്റ്റോറി ബോർഡ് രൂപത്തിലേക്ക് മാറ്റുക എന്നതാണ് ആനിമേഷൻ തയ്യാറാക്കുന്നതിൻ്റെ അടുത്ത ഘട്ടം. ഓരോ സീനിലെയും വിശദാംശങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ് സ്റ്റോറി ബോർഡ്. ലൂണയുടെ കഥയുടെ ഒന്നാമത്തെ സീൻ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഒരു സ്റ്റോറി ബോർഡ് മാതൃക ചുവടെ നൽകിയിട്ടുണ്ട്. ഈ മാതൃകയിൽ മറ്റ് സീനുകളുടെയും സ്റ്റോറി ബോർഡ് നിങ്ങൾ തയ്യാറാക്കുമല്ലോ. ഇവിടെ ഇതിൻ്റെ ടൈറ്റിൽ നമുക്കറിയാം ലൂണ എന്നാണ്. സീനുകൾ 3 സീനുകൾക്കുള്ള സ്റ്റോറി ബോർഡിന് വേണ്ടിയിട്ടുള്ളൊരു പട്ടികയാണ് ഇവിടെ ഉള്ളത്. പശ്ചാത്തലം അല്ലെങ്കിൽ കഥാപാത്രം: വാടാറായ ചെടി, ചെറിയ വെള്ളക്കെട്ട്, ആകാശം. ഇതാണ് ഒന്നാമത്തെ സീനിന് ആവശ്യമായ പശ്ചാത്തലം അല്ലെങ്കിൽ അതിനാവശ്യമായ കഥാപാത്രങ്ങൾ. ആക്ഷൻ: എന്താണ് അവിടെ സംഭവിക്കേണ്ടത്? ആകാശത്ത് മേഘങ്ങൾ നീങ്ങുന്നു. ഇവിടെ പ്രത്യേകിച്ച് സംഭാഷണങ്ങളൊന്നുമില്ല, പക്ഷേ സംഗീതം, പശ്ചാത്തല സംഗീതമുണ്ട്. 5 സെക്കൻഡ് സമയമാണ് ഒന്നാമത്തെ സീൻ ആവശ്യം. അപ്പോൾ ഈ രൂപത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സീന് നിങ്ങൾ പൂർത്തിയാക്കുക. ആദ്യ സീനിൻ്റെ സ്റ്റോറി ബോർഡ് കണ്ടല്ലോ. ഇനി ഇത് അടിസ്ഥാനമാക്കി ആനിമേഷൻ തയ്യാറാക്കാം. ചലനങ്ങളിലേക്ക്. ഒന്നാമത്തെ സീനിൽ പ്രതിപാദിച്ചിട്ടുള്ള മേഘങ്ങളുടെ ചലനം ഉൾപ്പെടുന്ന രംഗമാണ് നാം ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. സ്കൂളിലെ കമ്പ്യൂട്ടർ ലഭ്യമായ ഓപ്പൺ ടൂൺസ് എന്ന ആനിമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ആനിമേഷൻ നിർമ്മിച്ചു നോക്കാം. ഓപ്പൺ ടൂൺസ് ഇറ്റലിയിലെ ഡിജിറ്റൽ വീഡിയോ SPA തയ്യാറാക്കിയ ടൂൺസ് സോഫ്റ്റ്വെയർ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഒരു സ്വതന്ത്ര ആനിമേഷൻ സോഫ്റ്റ്വെയറാണ് ഓപ്പൺ ടൂൺസ്. ചിത്രം വരയ്ക്കാനും ആനിമേഷൻ നിർമ്മിക്കാനും ശബ്ദം ഉൾപ്പെടുത്താനും ഒക്കെയുള്ള സങ്കേതങ്ങൾ ഓപ്പൺ ടൂൺസിൽ ലഭ്യമാണ്. 2021 പുറത്തിറങ്ങിയ ജപ്പാനീസ് ആനിമേഷൻ സിനിമയായ ബെല്ലി
ഓപ്പൺ ടൂൺ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ തയ്യാറാക്കിയതാണ്. നമുക്ക് ഓപ്പൺ ടൂൺസ് ഉപയോഗിച്ചാണ് ഈ ഒരു ആനിമേഷൻ നിർമ്മിക്കേണ്ടത്. നമ്മുടെ സീനിൽ പശ്ചാത്തലത്തിൽ വാടാറായ ഒരു ചെടിയും ചെറിയൊരു വെള്ളക്കെട്ടും വേണമല്ലോ. ഇവിടെയെല്ലാം ചിത്രങ്ങൾ ഉണ്ടായാലേ ഈ ആനിമേഷൻ സാധ്യമാവുകയുള്ളൂ. ക്രിറ്റ, ജിംബ്, ഇങ്ക്സ്കേപ്പ് എന്നിവ ഉപയോഗിച്ച് ചിത്രം തയ്യാറാക്കുന്ന വിധം നാം മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. പ്രസ്തുത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചിത്രങ്ങൾ തയ്യാറാക്കിയോ ഓപ്പൺ ടൂൺസിൽ തന്നെ വരച്ചോ ഈ ആനിമേഷൻ തയ്യാറാക്കാം. കമ്പ്യൂട്ടറിൽ ഓപ്പൺ ടൂൺസ് തുറന്ന് നമുക്ക് ആദ്യ സീൻ നിർമ്മിക്കാം.